ഹായ്, ഇനി ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ചവ്വേരി പായസമാണ്. ഇവിടെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചവ്വേരി പായസം. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ പായസം ഇവിടെ തയ്യാറാക്കാറുണ്ട്. ഒരു അടപ്രഥമൻ്റെ ടേസ്റ്റാണ് ഈ പായസത്തിന്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. 100 ഗ്രാം ചവ്വേരി 15 മിനിറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്നത്, അരമുറി തേങ്ങയുടെ പാല്, കുറച്ച് കപ്പലണ്ടി, അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തും, ഒരു ചെറിയ ഉണ്ട ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത്. ഇനി ഒരു പാത്രം അടുപ്പ് വെച്ച് അതിലേക്കായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ചവ്വേരി ചേർത്ത് കൊടുക്കാം. ചവ്വേരി 3/4 വേവായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കരപ്പാനി കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 സ്പൂൺ റവ കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാതെ ഒരു പിരിഞ്ഞതുപോലെ ആയി പോകും. ഇനി അടുത്തായിട്ട് ഒരു ചീനിച്ചട്ടി എടുക്കുക. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കപ്പലണ്ടിയും തേങ്ങാക്കൊത്തും ഒന്ന് വറുത്തെടുക്കാം. ഇതെല്ലാം വറുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ചവ്വേരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.